കണ്ട കൊള്ളാവോ? കണ്ടാ മുഖം പിടിച്ചേക്കണ നോക്കണ്ടേ? അയ്യേ ചീത്ത കൊച്ചി. കളഞ്ഞ് കളഞ്ഞ് കളഞ്ഞ്. കുഞ്ഞിക്കൈ കുഞ്ഞിത്തല. ഹലോ, അപ്പോൾ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറച്ച് നാളുകളായിട്ട് ഞാനിങ്ങനെ ഡെയിലി വ്ളോഗ്സൊക്കെ ഇടുന്നത് കുറവായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇനി എന്തായാലും ഡെയിലി വ്ളോഗ്സ് ഇട്ടില്ലെങ്കിൽ മുട്ടം പണി കിട്ടും എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് ഡെയിലി വ്ളോഗ്സ് ഇടാൻ തീരുമാനിച്ചു. അപ്പോൾ അങ്ങനെ ഇന്നതാ ഞങ്ങളൊന്ന് പുറത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുമാണെങ്കിൽ സ്കൂട്ടർ വരുന്നൊന്നും കാണുന്നു കൂടിയില്ല. അപ്പോൾ ഞാൻ പിന്നെ പറഞ്ഞ് സൈഡിലോട്ട് നീങ്ങി നടക്കുന്നൊക്കെ പറഞ്ഞിട്ട് അവൻ പിന്നെ ഇച്ചിരി സൈഡിലോട്ടൊക്കെ നീങ്ങി. അപ്പോൾ ഞാനും അതും അമ്മച്ചിയും കൂടെ അമ്മച്ചിയുടെ ചേച്ചിയുടെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചേച്ചിയുടെ വീടെന്ന് പറഞ്ഞാൽ കല്ലഞ്ചേരിയിലാണ്. കുമ്പളങ്ങി കല്ലഞ്ചേരിയിലാണ് ആൻറ്റിയുടെ വീട്. ദേശസിലെ ആൻറ്റി. ഞാൻ ഇതിന് മുമ്പ് എപ്പോഴോ കല്ലഞ്ചേരി പോയപ്പോൾ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടെന്ന് ഞാൻ തോന്നുന്നു. അപ്പോൾ ആൻറ്റിയുടെ ബർത്ത്ഡേ ആയിരുന്നു ഇന്ന്. ബർത്ത്ഡേ ആയതുകൊണ്ട് ചെറിയ കേക്കൊക്കെ മുറിക്കാമെന്ന് ചെറുതായിട്ടൊന്ന് ആഘോഷിക്കാമെന്നൊക്കെ വിചാരിച്ച് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയി. അപ്പോൾ ഉച്ചക്കായിരുന്നല്ലോ കേക്ക് മുറി, രാത്രിത്തേക്കായിരുന്നു. ഞങ്ങൾ അപ്പോൾ നേരത്തെ ചെന്ന് എന്തെങ്കിലും ഫുഡൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാനും വെക്കാനായിട്ടൊക്കെ ചെയ്യാമല്ലോ, ഹെൽപ്പ് ചെയ്യാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് നേരത്തെ പോയത്. സെബാനും സ്നേഹം വൈകുന്നേരം എത്തുന്നു പറഞ്ഞിട്ടുണ്ട്. അതിനാണെങ്കിൽ നേരെ ചെന്ന് കഴിഞ്ഞാൽ ആ ദിവാങ്കോട്ടി കിടന്ന് 2-3 ചാട്ടം ചാടിയില്ലെങ്കിൽ അവനൊരു സമാധാനം കിട്ടില്ല. അതാകുമ്പോൾ ഈ ചാടുന്നതിൻ്റെ സൗണ്ട് ഉണ്ടാവുമല്ലോ, ആ സൗണ്ട് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ആശാൻ കിടന്ന് ചാടുന്നത്. അങ്ങനെ ചെന്ന പാടി ഡ്രസ്സൊക്കെ മാറി ആൻറ്റിയുടെ ഒരു നൈറ്റ് ഞാൻ കഴിക്കലാക്കി. ആൻറ്റിക്കാണെങ്കിൽ പുതിയ നൈറ്റ് 2 കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഒരെണ്ണം ഇട്ട് നോക്കിയപ്പോൾ നല്ല ഭംഗി. പിന്നെ ഞാനിത് ഊരിക്കൊടുക്കാൻ വേണ്ടി പോയില്ല. ആൻറ്റിയുടെ ബർത്ത്ഡേക്ക് അങ്ങോട്ട് ഗിഫ്റ്റ് കൊടുക്കേണ്ടി വരും. ഞാൻ ഒരു നൈറ്റ് കൊണ്ട് ഇങ്ങോട്ട് പോകുന്നു. മധുരം ഉണ്ട് പൊന്നാ, ഇനി മധുരം കുടിക്കാൻ പറ്റൂല. ആ കുടിച്ചോ? അയ്യോ ഇനി വേണ്ട പഞ്ചാര, ഇത് പഞ്ചാര ഇട്ട് ചായയാണ്. അതും അതിന് ആവശ്യത്തിനുള്ള മധുരമൊക്കെ ഉണ്ട്. അവിടെ നിന്നോ, ഇയാളെ നിന്നപ്പോ മധുരം ഉണ്ടാവൂല. അത് അത് അടതിന് തന്നെയാണ് അതെ. ടേസ്റ്റ് ഉണ്ട് അടക്ക്. നോക്കിയങ്ങാട്ട് നല്ല മുഖം കാണിക്കട ഇറക്ക. അച്ഛേ അതിന് ചിരിക്കാൻ അറിയാൻ പാടില്ല. എന്ത് നോക്കട്ടെ എന്ന് കണ്ട കൊള്ളാവോ? കണ്ടാ മുഖം പിടിച്ചേക്കണ നോക്കണ്ടേ? അയ്യേ ചീത്ത കൊച്ചി. കളഞ്ഞ് കളഞ്ഞ് കളഞ്ഞ്. കോപ്രായം കളിച്ച് വന്നപ്പോഴത്തേന് അമ്മാമ്മ കൊടുത്ത ചായ കാല് തട്ടി മറിഞ്ഞു പോയി. അമ്മാമ്മയുടെ കയ്യിൽ നിന്ന് നല്ല വഴക്കം കേട്ടിട്ടോ. അമ്മാമ്മ പറഞ്ഞു, നീ എന്തെടുക്കുമായിരുന്നു? ആ കൊച്ചു ചായ അവിടെ തട്ടി മറിച്ചപ്പോൾ നീ നോക്കിയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. അമ്മാമ്മ പിണങ്ങിയതിൻ്റെ വിഷമം മാറ്റാൻ വേണ്ടി അവിടെ ഇരുന്ന് വെച്ച ഒരട ഞാനെടുത്ത് അങ്ങോട്ട് കഴിച്ചു. എനിക്കാണെങ്കിൽ ഇങ്ങനെ സങ്കടമൊക്കെ വരുമ്പോൾ എന്തെങ്കിലും സാധനം തിന്ന് കഴിയുമ്പോഴേക്കും ആ സങ്കടം പെട്ടെന്ന് അങ്ങോട്ട് മാറും. അതെന്താ അങ്ങനെയെന്ന് എനിക്കറിയാൻ പാടില്ല കേട്ടോ. ചിലപ്പോൾ ഈ ഫുഡിനോട് കൂടുതൽ ഇഷ്ടമുള്ളതുകൊണ്ടായിരിക്കും. ചായയുടെയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും തോട്ടിലും തൊടിയിലോട്ടൊക്കെ ഇറങ്ങണം എന്നൊക്കെ പണ്ടത്തെ ആൾക്കാർ പറയില്ലേ, അതേപോലെ അവിടെയുള്ള ചെറിയ തോട്ടിലോട്ടും അവിടെയുള്ള കുറച്ച് പച്ചക്കറി തോട്ടത്തിലോട്ടൊക്കെ ഞാനും ഇറങ്ങിട്ടോ. ആകെ നേരത്തെ അവിടെ നിന്ന് ഈ മറ്റേ ചൊരക്ക, പടവലങ്ങ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വല്യപ്പച്ച് കൃഷി ചെയ്യണൊക്കെ ഞങ്ങൾക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്ന് തരുമായിരുന്നു. ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ആൻറ്റി കൊടുത്തു വിടും. പിന്നെ ഇപ്പം അവിടെ മുളകാണ് കൂടുതലുള്ളത്. ഉണ്ടമുളകും അതേപോലെ പച്ചമുളകാണെങ്കിലും ഈ ഒരു ഉണ്ട ടൈപ്പിലുള്ള പച്ചമുളകൊക്കെ അത്യാവശ്യം നല്ല എരിയുള്ള മുളക് തന്നെയാണത്. അതിൻ്റെ സൈഡിൽ കൂടെ ഞങ്ങൾ പണ്ട് ഇഷ്ടംപോലെ മീൻ പിടിച്ചോണ്ടിരുന്ന വെച്ചാൽ ആ തോടും ഉണ്ട്. പക്ഷെ ആ തോടിപ്പോൾ ചെറുതായി വന്നുകൊണ്ടിരിക്കുക. നേരത്തെ കുറച്ചും കൂടെ വലിയ തോടായിരുന്നു. അത് അവിടെ ഇവിടെയൊക്കെ ആൾക്കാർ ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്ത് ഇപ്പം അതിൻ്റെ നീളമൊക്കെ കുറച്ചും കൂടെ കുറഞ്ഞു. ഇപ്പോൾ അത് അധികം കാണാനും കൂടിയില്ല, ചെറിയൊരു തോടായി മാറിക്കൊണ്ടിരിക്കുക.
അതിനാണെങ്കിൽ ഉച്ചക്കത്തെ ഉറങ്ങുന്ന സമയമായിട്ടുണ്ടായിരുന്നു. ഞാനപ്പോൾ എന്ത് ചെയ്തു, അതിനെ കൊണ്ടുപോയി കിടത്തി ഉറക്കി. അതിൻ്റെ കൂടെ എനിക്കാണെങ്കിൽ നല്ല തലവേദന ഉണ്ടായിരുന്നു. ഞാനും കിടന്നുറങ്ങി. ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റപ്പോഴേക്കും അമ്മച്ചിയൊക്കെ പായസം ഉണ്ടാക്കണതിൻ്റെ തിരക്കിലാണ്. ബർത്ത്ഡേ ആകുമ്പോൾ പായസം ഇല്ലാണ്ട് എങ്ങനെയാ? അതിനിടയിൽ ഞാൻ കിടന്നുറങ്ങിയ സമയത്ത് അവർ ഓരോ കറികളൊക്കെ ചെയ്ത് വെച്ചായിരുന്നു. മോരിയാറുണ്ടാക്കി, അതേപോലെ ചെമ്മിനൊളുത്തി, അങ്ങനെ ഓരോരോ പണികളൊക്കെ അവർ ചെയ്ത് തീർത്തായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ആൻറ്റീനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നിട്ട് ഞാനൊരു പണി എടുത്തില്ലെന്ന് വേണം പറയാനായിട്ട്. അങ്ങനെ പായസം റെഡിയായി കഴിഞ്ഞപ്പോഴേക്കും അതൊരു ഇച്ചിരി ബൗളിലെടുത്തിട്ട് ആദ്യമേ ടേസ്റ്റ് ആക്കാൻ വേണ്ടി ഞാൻ തന്നെ എടുത്തു. പായസത്തിൻ്റെ മണം അങ്ങോട്ട് അടിച്ചിട്ട് എനിക്കാണെങ്കിൽ ഇരിക്കപ്പുറത്ത് ഉണ്ടായിരുന്നില്ല. അമ്മച്ചി പറഞ്ഞിട്ട് നീ ആ പായസം എടുത്ത് കുടിച്ച് നോക്കി, അതിൻ്റെ ടേസ്റ്റൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കുന്നത്. പറഞ്ഞ പാടെ ഞാനൊരു ബൗളെടുത്തിട്ട് അതിനകത്തോട്ട് കുറച്ച് പായസം തട്ടിയിട്ടിട്ട് അതങ്ങാട്ട് കുടിക്കാൻ തുടങ്ങി. പായസത്തിന് ഒന്നും പറയാണ്ടായില്ല, ശരിക്കും നല്ല ഗംഭീര പായസമായിരുന്നു. കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഈ സേമിയ പായസം കുടിക്കുന്നത്. പണ്ടൊക്കെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള പായസമായിരുന്നു സേമിയ. പിന്നെ ഒരിടയ്ക്ക് അത് മാറി, പിന്നെ പരിപ്പ് പായസത്തിലോട്ട് മാറി. ഇപ്പോൾ വീണ്ടും സേമിയ പായസം കിട്ടിയപ്പോഴേക്കും ആ പഴയ കൊതിയൊക്കെ വീണ്ടും പുറത്തോട്ട് വന്നു. അങ്ങനെ അവിടെ ഇരുന്ന് ആ സേമിയ പായസം മൊത്തം കുടിച്ച് തീർത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സിസിലാൻ്റെയും വെല്ലുപ്പിച്ചിയും അമ്മച്ചിയൊക്കെ കൂടി പ്രാർത്ഥന എല്ലാം വേണ്ടി തുടങ്ങാൻ പോകുമായിരുന്നു. അമ്മച്ചി പറഞ്ഞു, ദേ വേഗം വാ, പ്രാർത്ഥനയൊക്കെ ചെല്ലാൻ പോണേന്ന് പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞ് നേരെ പ്രാർത്ഥനയൊക്കെ ചെല്ലി തീർത്തു. പ്രാർത്ഥന എല്ലി കഴിഞ്ഞപ്പോൾ കറക്റ്റായിട്ട് ആദ്യം എണീറ്റു. ആദ്യം എണീറ്റ പാടെ അമ്മച്ചി അതിനൊരാളെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്നു പോയി. ഒന്നല്ല കേട്ടോ, ശരിക്കും പറഞ്ഞാൽ 3 പേരുണ്ടായിരുന്നു. 2-3 പൂച്ചക്കുഞ്ഞുങ്ങൾ. അമ്മച്ചിക്കാണെങ്കിൽ പൂച്ചക്കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ജീവനാണ്. പൂച്ചക്കുഞ്ഞുങ്ങളെ എനിക്കും ഭയങ്കര ജീവനായിരുന്നു, ഇപ്പോഴും ജീവനൊക്കെ തന്നെയാണ്. പക്ഷേ പണ്ടത്തെ അത്രയില്ല. പണ്ട് പൂച്ചകളെന്ന് പറഞ്ഞാൽ ഭയങ്കര കാര്യമായിരുന്നു. പക്ഷേ എൻ്റെ കെട്ടിയതിന് പൂച്ചകൾ ഒട്ടും ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ പതിയെ അതിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണോ എന്ന് എനിക്ക് തോന്നി തുടങ്ങി. കാരണം പൂച്ചകളോട് പണ്ടത്തെ പ്രിയം എനിക്കിപ്പോൾ ഇല്ല. എന്നാലും പൂച്ചക്കുഞ്ഞുങ്ങളെ കണ്ടപ്പോഴേക്കും ഭയങ്കരമായിട്ട് ഇഷ്ടം വന്നു കേട്ടോ. അപ്പോൾ അവിടെ ഒഴികെ വേറെ 2 പൂച്ചകളുണ്ടായിരുന്നു വലുത്. അതുങ്ങൾക്ക് സിസിൽ ആൻറ്റി ഫുഡ് കൊടുക്കുമായിരുന്നു. അതിനകത്ത് ഒരാൾ പണ്ട് ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നതാണ്. ആ വെള്ളക്കളറുള്ള പൂച്ച ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്ന പൂച്ചയായിരുന്നു. എൻ്റെ ഡെലിവറിയുടെ സമയം ആയപ്പോഴേക്കും അതിനെ നേരെ സിസിലാൻ്റെ വീട്ടിലോട്ട് കൊണ്ടുവന്ന് മാറ്റിയതാണ്. ആ സമയത്തൊക്കെ അവൻ്റെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും പൂച്ചകളെല്ലാം കയ്യിലാക്കി. കുഞ്ഞുകൈ, കുഞ്ഞുതല. എവിടെ നിങ്ങൾ പറഞ്ഞ എന്തെന്നാ പറഞ്ഞ? കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ശരിക്കും പറഞ്ഞൊരു പൂച്ചക്കുഞ്ഞിനെ ഇപ്പോൾ കൈകൊണ്ട് എടുക്കുന്നത് തന്നെ. കല്യാണം കഴിഞ്ഞ് ഇവിടുന്ന് പോയ പിന്നെ പൂച്ചക്കുഞ്ഞുങ്ങളൊന്നും കണ്ടിട്ടും കൂടിയില്ല. അങ്ങനെ പൂച്ചക്കുഞ്ഞുങ്ങളെടുത്ത് ഞാൻ കുറച്ച് നേരം ലാളിച്ച് കഴിഞ്ഞിട്ട് പിന്നെ പൂച്ചേനെ അമ്മച്ചി എടുത്തു കഴിഞ്ഞപ്പോഴേക്കും അത് അതിൻ്റെ അമ്മേനെ തന്നെ മറന്നുപോയി എന്ന് തോന്നുന്നു. അമ്മച്ചിയുടെ മേത്ത് കിടന്ന് നല്ല ചാരി സുഖമായിട്ട് കിടന്ന് ഉറങ്ങുകയാണ്. അതുമാണെങ്കിൽ ഭയങ്കര തലോടിക്കൊണ്ടിരിക്കുക പൂച്ചേനെ. അതിന് ശരിക്കും പറഞ്ഞാൽ എൻ്റെ സ്വഭാവമാണെന്ന് തോന്നുന്നു. അവനും പൂച്ചകളെ ഭയങ്കര ഇഷ്ടമാണ്. പൂച്ചകളിങ്ങനെ തലയിൽ തൊട്ടും തലോടിയൊക്കെ ഇരിക്കുന്നത് കണ്ടപ്പോഴേക്കും അവന് തൊടണോ വേണ്ടേ ഭയങ്കര ഒരു വെപ്രാളമായിരുന്നു. അതിന് ഉമ്മ വെക്കണമെന്നൊക്കെ അവൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. പക്ഷെ അത് സമ്മതിച്ചു കൊടുക്കാത്തതുകൊണ്ട് കൈകൊണ്ട് മാത്രമുള്ള തലോടലും കൊഞ്ചിക്കലും മതിയെന്ന് ഞാൻ പറഞ്ഞു. അമ്മച്ചിക്കാണെങ്കിൽ അന്നും പൂച്ചകളെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. ശരിക്കും പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞ സമയത്ത് എൻ്റെ അപ്പച്ചിക്ക് പൂച്ചനെ ഇഷ്ടമല്ലായിരുന്നു. പക്ഷേ ഇപ്പം അമ്മച്ചിയുടെ കൂടി അപ്പച്ചിക്കും പൂച്ചകളെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞങ്ങൾ പൂച്ചകളൊക്കെ എടുത്തുകൊണ്ടിരുന്ന സമയത്ത് ശബാന് സ്നേഹം എത്തി. അവർ കേക്കൊക്കെ വാങ്ങിച്ചാലും വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ഒരു 7:30-8 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും അവരും എത്തി. അപ്പോൾ വന്ന പാടേന് കേക്ക് മുറിക്കാമല്ലോ. അപ്പോഴും പൂച്ച അമ്മച്ചിയുടെ കയ്യിൽ തന്നെ ഇരിക്കുന്നുണ്ട്. സ്നേഹയ്ക്ക് ശരിക്കും പറഞ്ഞാൽ പൂച്ചകളോട് അത്ര വലിയ കാര്യമൊന്നുമല്ല. അതുമാണെങ്കിൽ സ്നേഹാൻറ്റിനെ വിളിച്ചുകൊണ്ടിരിക്കുക. സ്നേഹാൻറ്റി ഇതേ അമ്മമ്മയുടെ കയ്യിൽ പൂച്ചക്കുഞ്ഞിരിക്കുന്നതെന്നും പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കാണ്ട് അവനായിരുന്നു ഭയങ്കര ധൃതി. അങ്ങനെ സ്നേഹ പൂച്ചനെ കണ്ടു കേട്ടോ. അപ്പോൾ അവളോ ചോദിക്കുകയാണ്, ദൈവമേ ഇതെന്താ പൂച്ചക്കുഞ്ഞിനെ എടുത്ത് പിടിച്ചേക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട്. അവൾക്ക് പൂച്ചനെ വലിയ കാര്യമല്ലെങ്കിലും പൂച്ചക്കുഞ്ഞിനെ കണ്ടപ്പോഴേക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് കേക്കിൽ തിരി കത്തിക്കണേൻ്റെ തിരക്കിലായിരുന്നു അത്. ഒരെണ്ണം കൂടി കുത്തിക്കോ. അത് ഇവിടെ കുത്തിയാൽ മതിയായിരുന്നു ഒരെണ്ണം. അല്ല, കേക്കിനകത്ത് തിരിയൊക്കെ എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞ് നേരെ പിന്നെ പ്രാർത്ഥന തുടങ്ങി. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ കേക്ക് മുറിക്കുന്നതിന് മുന്നേ ഒരു സ്വർഗ്ഗസ്നായ നന്മ നിറഞ്ഞ് ചെല്ലണമല്ലോ. അത് ചെല്ലിയില്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ആ ബർത്ത്ഡേക്ക് ഒരു പൂർണ്ണത ഉണ്ടാവില്ല. അപ്പോൾ കേക്ക് മുറിക്കുന്നതിന് മുന്നേ ഒരു സ്വർഗ്ഗസ്നായൊക്കെ ചൊല്ലി. ആൻറ്റിക്കാണെങ്കിൽ ഈ പ്രാർത്ഥനയോടൊക്കെ കൂടുതൽ താല്പര്യമുള്ള കൂട്ടത്തിലാണ്. പ്രാർത്ഥന ഇല്ലാണെങ്കിലും പാട്ട് പാടാനാണെങ്കിലും ആൻറ്റിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആൻറ്റിക്ക് അങ്ങനത്തെ കാര്യങ്ങളോട് ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്. ഞങ്ങളുടെ വീട്ടിലൊക്കെ കല്യാണം നടന്നാലും ആൻറ്റി ആയിരിക്കും കല്യാണത്തിൻ്റെ സമയത്ത് പ്രാർത്ഥനയിലെല്ലാം വീട്ടിൽ നിന്ന് ചെക്കനും വേണ്ട ഇറങ്ങുന്നതിന് മുന്നേ പ്രാർത്ഥന എത്തിക്കലും എല്ലാം ആൻറ്റി തന്നെയായിരിക്കും ചെയ്യുന്നത്. അങ്ങനെ കേക്ക് മുറിക്കാൻ വേണ്ടി അതിന് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് ഇരിക്കുമായിരുന്നു. അത് തന്നെ കേക്ക് മുറിക്കണമെന്ന് പറഞ്ഞിട്ട് അവൻ കേക്കിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു നേരത്തെ.
മുറിക്കാൻ നേരമായപ്പോഴേക്കും അതും ഓച്ചമ്മാമയും കൂടി വാ കേക്ക് മുറിക്കാനായിട്ടെന്ന് പറഞ്ഞ് അമ്മച്ചിനെയും കൂടി വിളിച്ചു. അങ്ങനെ അമ്മാമ്മ പറഞ്ഞു എന്നാൽ അത് ചെല്ലും അമ്മാമ്മ വരാമെന്നും പറഞ്ഞിട്ട് ചേട്ടൻ ഇവിടെ തിരിയൊക്കെ കത്തിച്ചു കൊടുത്തു. അപ്പോൾ വല്യപ്പിച്ചിയും അതും അമ്മച്ചിയും എല്ലാവരും കൂടെ ആൻറ്റിയും എല്ലാവരും കൂടെ കേക്ക് മുറിക്കാൻ വേണ്ടി നിൽക്കുക. അപ്പോൾ അതുമാണ് കത്തിയൊക്കെ ആദ്യമേ എടുത്ത് പിടിച്ചത്. അവൻ ആദ്യമേ തന്നെ കത്തിയൊക്കെ കൈക്കലാക്കി. അതേപോലെ തിരിയൊക്കെ ഊതലും എല്ലാം അവൻ തന്നെ ആയിരിക്കും. എവിടെ കേക്ക് മുറിക്കൽ പരിപാടി ഉണ്ടെങ്കിലും അവൻ്റെ വിചാരം അവനെ തന്നെ കേക്ക് മുറിക്കണം, അല്ലെങ്കിൽ അവനാണ് എല്ലാം ചെയ്യേണ്ടതെന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ വല്യപ്പിച്ചിക്കും സിസ്ലാൻഡിക്കും വളരെയധികം സന്തോഷമായി. അവരുടെ ജീവിതത്തിൽ അവർക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ സന്തോഷങ്ങളെന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ ഇവരെക്കാൾ വലിയ സ്ഥാനം കൊടുക്കാൻ ശരിക്കും പറഞ്ഞാൽ വേറെ ആരും തന്നെ ഇല്ല. ഞങ്ങളുടെ എല്ലാ ജീവിതത്തിലെ നല്ല സമയത്താണെങ്കിലും ചീത്ത സമയത്താണെങ്കിലും ഒരേപോലെ ഞങ്ങളുടെ കൂടെ നിന്നിട്ടുള്ള ഒരേ ഒരു ആൾക്കാരെന്ന് പറയുന്നത് അമ്മച്ചിയുടെ ഈ ചേച്ചി ഭർത്താവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവരാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞങ്ങൾ കരുതുന്നവരും തന്നെ. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ കുഞ്ഞിലേ മുതൽ ഞങ്ങളെ എല്ലാ സമയത്തും ഞങ്ങളുടെ വെക്കേഷൻ സമയത്താണെങ്കിലും സ്കൂൾ തുറക്കുന്ന സമയത്താണെങ്കിലും ഞങ്ങൾക്ക് സമ്മാനങ്ങളായിട്ട് വരുന്ന ഏറ്റവും വലിയ ആളെന്ന് പറയുന്നത് ആൻറ്റി തന്നെയാണ്. കേക്ക് മുറിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഫുഡൊക്കെ എടുത്തായിരുന്നു. പക്ഷേ ഫുഡ് കഴിക്കുന്നതിൻ്റെ വീഡിയോ എടുക്കാൻ മാത്രം മറന്നുപോയി. തിരിച്ചു പോകാനായിട്ടുള്ളതിൻ്റെ ധൃതിക്ക് വേഗം ഫുഡ് കഴിച്ചപ്പോഴേക്കും വീഡിയോ എടുക്കുന്ന കാര്യം ഞാൻ അങ്ങോട്ട് വിട്ടുപോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ പിന്നെ സിസ്ലാൻഡിക്കും വല്യപ്പിച്ചിക്കും ഉമ്മയൊക്കെ കൊടുത്ത് ബൈ ഒക്കെ പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലല്ലേ എനിക്ക് ഇനിയും വീഡിയോസ് ഇടാനായിട്ടുള്ളൊരു തോന്നലൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.